ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എടാ കുറച്ച് ഷോർട്ട് നമ്മുടെ ലിറ്ററി ടേംസ് ഉണ്ടല്ലോ, ക്രിറ്റിസിസം ആൻഡ് തിയറി എന്നുള്ള ബുക്കിനകത്ത് അതിനകത്ത് പേജ് നമ്പർ 286 സിക്സ്ത് വൺ ഓടെന്നുള്ള വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ മിസ് പറയാൻ പോകുന്നത് കേട്ടോ. ടെക്സ്റ്റിനകത്ത് നിന്നുള്ളത് തന്നെ മിസ് പറയുന്നുള്ളൂ. മിസ് പറയുന്ന പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓടെന്ന് പറയുന്നത് ODE, ഓടെന്ന് പറയുന്ന ഒരു വലിയ ലോങ് ആയിട്ടുള്ള പോമിനെയാണ് നമ്മൾ ഓടെന്ന് പറയുന്നത്. സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കും. പിന്നെ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഹൈ സ്റ്റൈലായിരിക്കും. പിന്നെന്താണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ്, അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്, ഓടെന്ന് പറയുന്ന മോഡൽ ഐ മീൻ പോയറ്റിക് ഫോം എന്ന് പറയുന്നത് ഗ്രീക്ക് പോയട്രിയിലാണ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത്. ഗ്രീക്ക് പോയറ്റായ പിൻഡാർ, PINDAR, പിൻഡാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോയട്രിയിലാണ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ ഓടെന്നുള്ള ഈ ഒരു പോയറ്റിക് ഫോം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെന്ന് പറയുന്നത് ഈ ഓടെന്നുള്ള പോയത്തിന് മൂന്ന് സ്റ്റാൻസാസ് ഉണ്ട്. ആ മൂന്ന് ഫോം എന്ന് പറയുന്നത് സ്ട്രോഫി, ആൻറ്റി സ്ട്രോഫിയും എപ്പോഴും, അതായത് 3 സ്റ്റാൻസൈക് ഫോംസ് ആണ് ഓടെന്നുള്ള പോയത്തിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രോഫി എന്നാണ്, രണ്ടാമതെന്ന് പറയുന്നത് ആൻറ്റി സ്ട്രോഫി, മൂന്നാമതെന്ന് പറയുന്നത് എപ്പോടെന്നാണ് പറയുന്നത്. 3 സ്റ്റാൻസ പാറ്റേൺ ആണ് ഈ ഓടെന്നുള്ള പോയത്തിന് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓഡ്സ് എന്നുള്ള പോയത്തിനകത്ത് അല്ലെങ്കിൽ ഓടെന്നുള്ള പോയത്തിനകത്ത് കോറസ് കാണും. കോറസ് എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു പ്ലേ നടക്കുന്ന സമയത്ത് ഈ പ്ലേയെ കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ കമന്റ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കോറസ് എന്ന് പറയുന്നത്. ഈ കോറസിൻ്റെ പ്രസൻസ് നമുക്ക് ഓടെന്നുള്ള ഈ ഒരു പോയത്തിനകത്ത് അല്ലെങ്കിൽ പോയറ്റിക് ഫോമിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് ദെൻ ഈ കോറസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഈ സ്ട്രോഫെ, ആൻറ്റി സ്ട്രോഫെ, എപ്പോടെന്ന് പറയുന്നത്. അതായത് കോറസ് ഇപ്പോൾ ലെഫ്റ്റിലോട്ട് ഡാൻസ് ചെയ്ത് റിതമിക്കായിട്ട് ഡാൻസ് ചെയ്ത് മൂവ് ചെയ്യുവാണെങ്കിൽ പിന്നെ സ്ട്രോഫെ എന്ന് പറയും. റൈറ്റിലോട്ടാണെങ്കിൽ ആൻറ്റി സ്ട്രോഫെ എന്ന് പറയും. വെറുതെ നിൽക്കുവാണെങ്കിൽ കോറസ് എപ്പോടെന്ന് പറയും. ഓക്കെ. പിന്നെ 2 ടൈപ്സ് ഓഫ് ഓഡ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്, റെഗുലർ അല്ലെങ്കിൽ പിൻഡാറിക് ഓഡ്. പിൻഡാർ എന്നുള്ള പോയറ്റ് ആണല്ലോ ഓഡ് കൊണ്ടുവന്നത്, ഗ്രീക്ക് പോയറ്റ്. അപ്പോൾ അതിനെ പിൻഡാറിക് ഓടെന്ന് അല്ലെങ്കിൽ റെഗുലർ ഓടെന്ന് പറയുന്നുണ്ട്. അത് പിൻഡർ എങ്ങനെയാണോ എഴുതിയേക്കുന്നത് അതേപോലെ തന്നെയാണ്, ക്ലോസ്ലി ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഓഡിൻ്റെ ഫോം വരുന്നത്. അത് ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നത് ബെൻ ജോൺസൺ ആണ് കേട്ടോ. ബെൻ ജോൺസന്റെ 2 വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടിരിക്കുന്നത് നിനക്ക് ഓർക്കുവാണെങ്കിൽ അത് എഴുതിയാൽ മതി. അത് പോട്ട്. അനദർ എക്സാമ്പിൾ ഫോർ ഓടെന്ന് പറയുന്നത് തോമസ് ഗ്രേ ഉണ്ടല്ലോ, നമ്മുടെ എലിജി റിട്ടഡിനെ കൺട്രി ചർച്ചയാണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ വേറൊരു ഫേമസ് ഓടുണ്ട്, ദ പ്രോഗ്രസ് ഓഫ് പോയസി. ഇത് രണ്ടുമാണ് പിൻഡാറിക് ഓഡ് അല്ലെങ്കിൽ റെഗുലർ ഓഡിന് എക്സാമ്പിൾസ് ആയിട്ട് ഉള്ളത്. ഇനി ഇറഗുലർ ഓടെന്ന് പറഞ്ഞ് രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്. അത് എബ്രഹാം കൗലി എന്നുള്ള പോയറ്റാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പിൻഡാറിക് സ്റ്റൈൽ അല്ലെങ്കിൽ പിൻഡാറിക് ഓഡിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പക്ഷെ അതിന്റെ സ്റ്റാൻസൈക് പാറ്റേൺ അയാൾ ഫോളോ ചെയ്തില്ല. വേറെ ഒരു സ്റ്റാൻസൈക് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ സ്റ്റാൻസാസിന്റെ പാറ്റേൺ അയാൾ ലെങ്ത് കുറച്ചും കൂട്ടിയും റൈം സ്കീം എല്ലാം മാറ്റിയാണ് ഈ ഒരു ഇറഗുലർ ഓഡിനകത്ത് എബ്രഹാം കൗലി കൊണ്ടുവന്നത് കേട്ടോ. ഈ ഇറഗുലർ ഓഡിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് കൗലിയൻ ഓടെന്നും പറയും. അതായത് എബ്രഹാം കൗലി കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ കൗലിയൻ ഓടെന്നും അല്ലെങ്കിൽ ഇറഗുലർ ഓടെന്നും പറയും. ഇറഗുലർ ആയിട്ടുള്ള സ്റ്റാൻസ സ്ട്രക്ചറാണ് ഇതിന് ഉള്ളത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിന്റെ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നുള്ള പോയമാണ് ഇതിന് ഇറഗുലർ ഓഡിന് അല്ലെങ്കിൽ എബ്രഹാം കൗലിയുടെ ഓഡിന് എക്സാമ്പിൾ. പിൻഡാറിക് ഓഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനി എൻകോമിയാസ്റ്റിക് ആണ്. അതായത് ഒരാളെ നമ്മുടെ പിൻഡാർ എന്നുള്ള പോയറ്റ് എഴുതിയ ഓഡ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇയാൾ എഴുതിയ ഈ ഓടെന്നുള്ള പോയറ്റിക് ഫോം എന്ന് പറയുന്നത് എൻകോമിയാസ്റ്റിക് ആണ്. എൻകോമിയാസ്റ്റിക് എന്ന് വെച്ചാൽ മീനിങ് എന്താ? ആരെങ്കിലും പ്രൈസ് ചെയ്യാനോ ഗ്ലോറിഫൈ ചെയ്യാനോ പുകഴ്ത്താനോ ഉപയോഗിക്കുന്ന പോയംസിനെയാണ് നമ്മൾ എൻകോമിയാസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു പിൻഡാറിന്റെ ഓടുകളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. പിന്നീട് ഇംഗ്ലീഷിൽ ഓഡ്സിലോട്ട് വന്നപ്പോൾ വന്നത്, അത് ആളുകളുടെ മരണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാനോ എഴുതാനോ ഒക്കെ ഉള്ളതായി മാറി ഓടുകൾ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈഡൻ അങ്ങനെ പ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വില്യം കോളിൻസ് എന്നുള്ള പോയറ്റ് ഓഡ് ടു ഈവനിങ് എന്നും പറഞ്ഞ് ഒരു പോയം എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ് റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുന്നത് ഒരു വേറൊരു രീതി, അതായത് നേച്ചറിനെ കുറിച്ചൊക്കെ പുകഴ്ത്താനും പിന്നെന്താ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പേഴ്സണൽ ആയിട്ടുള്ള ഓഡ്സ് ആണ് റൊമാൻറ്റിക് പോയറ്റ്സ് പെർഫെക്റ്റ് ചെയ്തത്. എക്സാമ്പിൾസ് വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. കോൾറിഡ്ജിന്റെയും ഷെല്ലിയുടെയും ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ റീസെന്റ് എക്സാമ്പിൾ ആയിട്ട്, അതായത് ഇപ്പോഴത്തെ കണ്ടംപററി പോയറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ്, ഹൊറേഷ്യൻ ഓടെന്ന് പറയുന്നത്. ഹൊറേഷ്യൻ ഓടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
ഫോർമൽ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. പിൻഡാറി കോഡിനോട് ആ ഒരു അതേ ഇമിറ്റേഷൻ സ്റ്റൈൽ തന്നെയാണ് ഇതിനും ഉള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറേഷ്യൻ ഓടെന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ റിപ്പീറ്റഡ് സ്റ്റാൻസ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റാൻസയും എല്ലാ സ്റ്റാൻസയും ഒരുപോലെ ഇരിക്കും. പിന്നെന്താണ്, വളരെ ഷോർട്ടറാണ് ഈ ഹൊറേഷ്യൻ ഓടെന്ന് പറയുന്നത്. എക്സാമ്പിൾ അവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. കീറ്റ്സിന്റെ ഓട്ട് ഓട്ടം എക്സാമ്പിളാണ് ഹൊറേഷ്യൻ ഓടിന്. അടുത്ത ടേം എന്ന് പറയുന്നത് സോണറ്റാണ്. സോണറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡായിട്ടുള്ള സോണറ്റോ, അതായത് സോണറ്റോയുടെ മീനിങ് എന്താ, ലിറ്റിൽ സൗണ്ട് അല്ലെങ്കിൽ ലിറ്റിൽ സോങ്, ഇതിനകത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. ഓർഡിനറി സോണറ്റിന് 14 ലൈൻസ് ആണുള്ളത്. അത് അയാംബിക് പെന്റമീറ്റർ എന്നുള്ള റൈമിലാണ് എഴുതിയിരിക്കുന്നത്, റൈം മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 2 types ഓഫ് ഓഡ്സ് സോണറ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണിനെ നമ്മൾ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറയുന്നു. പെട്രാർക്കിയൻ സോണറ്റിനെ നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാം? എല്ലാ സോണറ്റിനും 14 ലൈനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചില സോണറ്റുകളുണ്ട് 11.5 ലൈനൊക്കെയുള്ള സോണറ്റും ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കും. അപ്പം ഒരുമാതിരിപ്പെട്ട സോണറ്റ്സ് എല്ലാം 14 ലൈൻഡ് സോണറ്റ്സ് ആണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പെട്രാർക്കിയൻ സോണറ്റിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ സ്റ്റാൻസ സ്ട്രക്ചറിനെ ഒക്ടേവ് എന്നും സെസ്റ്ററ്റ് എന്നും. അതായത് ഒക്ടേവ് എന്ന് പറയുമ്പോൾ 8 ലൈനും സെസ്റ്ററ്റ് എന്ന് പറയുമ്പോൾ 6 ലൈനും, അങ്ങനെ 14. അപ്പോൾ 8, അതായത് ഒരു സ്റ്റാൻസയ്ക്കകത്ത് ചിലപ്പോൾ 8 വരി കാണും, അടുത്ത സ്റ്റാൻസയ്ക്കകത്ത് 6 വരി. അങ്ങനെ ഒക്ടേവ് എന്നും സെസ്റ്ററ്റ് എന്നും പെട്രാർക്കിയൻ സോണറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്, അതിന്റെ റൈം സ്കീമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെൻസറിയൻ സോണറ്റ് ഉണ്ട്. സ്പെൻസറിയൻ സോണറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ, 3 ക്വാർട്ടറൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 4 വരി സ്റ്റാൻസാസിന്റെ, അത് അങ്ങനെ അതായത് 4 വരി ഉള്ളതിന്റെ 3 സ്റ്റാൻസാസ്, അതാണ് 3 ക്വാർട്ടറൈൻസ്. ക്വാർട്ടറൈൻ എന്ന് പറയുന്നത് 4. അപ്പോൾ ഒരു സ്റ്റാൻസയ്ക്കകത്ത് 4 വരി, അങ്ങനെ 3 സ്റ്റാൻസ കാണും. അങ്ങനെ അപ്പോൾ 12 ആയി. പിന്നെ ലാസ്റ്റ് ഒരു കപ്ലറ്റ് കാണും, അതായത് ലാസ്റ്റ് 2 ലൈനും കൂടെ കാണും. അപ്പോൾ അത് 14 ആയി. അപ്പം ഈ സ്പെൻസറിയൻ സ്റ്റാൻസയുടെ ഒക്കെ എപ്പോഴും റൈം സ്കീം ചോദിക്കുന്നതാണ്. AB BC CD EE, അതൊക്കെ കാണാതെ പഠിച്ചു വെച്ചേക്കണം. മൂന്നാമത്തെ സോണറ്റ് ഫോമിന്റെ പേരാണ് ഷേക്സ്പീരിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയും. അതിനും ഇതുപോലെ തന്നെയാണ് 3 ക്വാർട്ടറൈൻസും ഒരു കപ്ലറ്റുമാണുള്ളത്. പക്ഷെ അതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് വേറെയാണ്. AB CD എന്നാണ് കിടക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്, ഇറ്റാലിയൻ ഫോമിനെ, അതായത് ഇറ്റാലിയൻ സോണറ്റിനെയാണ് നമ്മൾ പെട്രാർക്കിയൻ സോണറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ. അപ്പം ഓരോ സോണറ്റിനും ഇപ്പം ഇറ്റാലിയൻ സോണറ്റിനകത്ത് മിസ് എങ്ങനെയാ പറഞ്ഞത്, ഒക്ടേവും സെസ്റ്ററ്റുമായിട്ടാണ് നമുക്ക് ഇറ്റാലിയൻ സോണറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒക്ടേവിനകത്താണ്, അതായത് ഒക്ടേവിന്റെ പാർട്ടിനകത്താണ്, ആ ആദ്യത്തെ 8 വരിക്കകത്താണ് ഈ സോണറ്റ് എഴുതാനുള്ള റീസൺ അല്ലെങ്കിൽ തോട്ടിനെ കുറിച്ച് പറയുന്നത്. ലാസ്റ്റ് 2 ഇതിനകത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ സോണറ്റിന്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തിനാ എഴുതിയെന്ന്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് സെസ്റ്ററ്റ് എന്നുള്ള പോർഷനിനകത്താണ് വരുന്നത്. പിന്നെ സ്പെൻസറിയൻ സ്റ്റാൻസയും ഷേക്സ്പീരിയൻ സ്റ്റാൻസയും എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ്, ലവ് എഴുതാം, അങ്ങനത്തുള്ള കുറേ തീംസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ സോണറ്റ് ഫോം ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവന്നത് സർ തോമസ് വൈറ്റും ഏൾ ഓഫ് സറയുമാണ്. 16th സെഞ്ചുറിയിലാണ് സോണറ്റ് എന്നുള്ള ഫോം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇംഗ്ലീഷിൽ. പിന്നെ പെട്രാർക്കിയൻ സോണറ്റിനെയാണ് അവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എക്സാമ്പിൾസ് ഫോർ സോണറ്റ് സൈക്കിളുണ്ട്, അതായത് ഗ്രൂപ്പ് ഓഫ് സോണറ്റ് പോയംസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിഡ്നിയുടെ ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. ഷേക്സ്പിയർ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ജോൺ ഡൺ 19 റിലീജിയസ് സോണറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേര് ഹോളി സോണറ്റ്സ് എന്നാണ്, റിലീജിയസ് ആയതുകൊണ്ട്. മിൽട്ടണും എന്താണ് സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ലവിനെ കുറിച്ചൊന്നും ഇദ്ദേഹം എഴുതിയിട്ടില്ല കേട്ടോ, അത് പോട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞിട്ട് വേർഡ്സ്വർത്തും കീറ്റ്സും ഷെല്ലിയും ഒക്കെ സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കണ്ടംപററി പോയിറ്റ്സ് എഴുതുവാണെങ്കിൽ, പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ വിക്രം സേത്ത് എഴുതിയിട്ടുണ്ട്, ദ ഗോൾഡൻ ഗേറ്റ് എന്നും പറഞ്ഞ് ഒരു സോണറ്റ് കളക്ഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്രയും വരെ മതി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രമാറ്റിക് മോണലോഗാണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമാജിനറി സ്പീക്കർ ഒരു ഇമാജിനറി ഓഡിയൻസിൻ്റെ അടുത്ത് സംസാരിക്കും. അതിനെയാണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. ഡ്രാമയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വളരെയധികം ഡ്രമാറ്റിക് ആയിട്ടുള്ള സംസാരത്തിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വെച്ചാൽ ഒരു സ്പീക്കർ സംസാരിക്കുന്നു. അപ്പോൾ ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ട് ഒരു സ്പീക്കർ ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെയാണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. മോണലോഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ലെങ്തി സ്പീച്ചാണ്. ഒരാൾ പറയുന്ന ലെങ്തി സ്പീച്ചിനെയാണ് മോണോലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലേക്കകത്ത് ഒരു ക്യാരക്ടർ മോണോലോഗ് എക്സ്പ്രസ് ചെയ്യുന്നു, അയാളുടെ പ്രൈവറ്റ് തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, സോളിലോക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ സളിലക്കി എന്ന് പറയുന്നു. പിന്നെ ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത് എന്താണ്, അത് പ്ലേയുടെ മാത്രം, അതായത് ഒരു ഡ്രാമയിലുള്ള കമ്പോണന്റ് അല്ല, അതൊരു ലിറിക്കൽ പോയമാണ്. റോബർട്ട് ബ്രൗണിംഗ് എന്നുള്ള പോയറ്റ്
കൊണ്ടുവന്ന ഒരു ലിറിക് പോയമാണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് സംസാരിക്കുമായിരിക്കും. സൈലന്റ് ആയിട്ടുള്ള ലിസണേഴ്സ് അല്ലെങ്കിൽ ലിസണർ കാണാം. ലിസണർ സംസാരിക്കത്തില്ല. പോയറ്റ് എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയാണ് ഈ ഡ്രമാറ്റിക് മോണലോഗ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്ന സ്പീക്കറിന്റെ ക്യാരക്ടറിനെ കുറിച്ചും അയാളുടെ ഒരു മൈൻഡ് റിവീൽ ചെയ്യാനും ക്യാരക്ടർ റിവീൽ ചെയ്യാനുമാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നേക്കുന്നത്. നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യും ഇതിനെങ്ങ്, അതായത് ഒരു നാച്ചുറൽ സ്പീച്ച് ആയിരിക്കും ഇത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഡ്യൂക്ക് സംസാരിക്കുവാണ്. അയാൾ ഒരു സ്പീക്കറിന്റെ മുമ്പിൽ, ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. ഡ്യൂക്ക് അയാൾ എന്ത് ചെയ്യുവാണ്? ഒരു പെൺകുട്ടിയെ അയാൾക്ക് കല്യാണം കഴിക്കണം, ഒരു പ്രിൻസസിനെ എങ്ങാണ്ട് അയാൾക്ക് കല്യാണം കഴിക്കണം. ആ പ്രിൻസസിന്റെ കല്യാണാലോചനയായിട്ട് വന്ന ഒരു റെപ്രസെന്റേറ്റീവിന്റെ അടുത്ത് ഇയാൾ സംസാരിക്കുവാണ്. ആ റെപ്രസെന്റേറ്റീവ് ഒന്നും തിരിച്ച് സംസാരിക്കത്തില്ല. പക്ഷെ അങ്ങനെ റെപ്രസെന്റേറ്റീവ് ഉണ്ടെന്ന് ഈ ഡ്യൂക്കിന്റെ വർത്തമാനത്തിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡ്യൂക്കിന്റെ ക്യാരക്ടറൊക്കെ ഇങ്ങനെ റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഡ്യൂക്ക് ഒരു ടയറന്റ് ആണെന്ന്. അതായത് വളരെ ഒരു വല്ലാത്ത ക്രൂവലായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് അയാളുടെ പണ്ടത്തെ വൈഫ് മരിച്ചുപോയി, അയാൾ കൊന്നതാണ് കേട്ടോ, നേരത്തെ വൈഫ്. അപ്പോൾ അയാളുടെ വൈഫ് ഇൻഡിപെൻഡന്റ് ആവാൻ ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഓക്കെ, ദെൻ ഈ ഡ്യൂക്കിന്റെ ജോലി എന്താന്ന് വെച്ചാൽ വൈഫിന് ഫ്രീഡം കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഫ്രീഡം, ഇയാൾക്ക് വൈഫ് ഇങ്ങനെ എല്ലാവരെയും നോക്കി ചിരിക്കുന്നതൊന്നും ഡ്യൂക്കിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഇയാൾ കൊന്നെന്നാണ് ഇയാൾ ഇൻഡയറക്ട്ലി പറയുന്നത്. സോ ശരിക്കും ഇയാളുടെ ഒരു സ്പീച്ചിലൂടെയാണ് നമ്മൾ, ഡ്യൂക്കിന്റെ ഈ ഒരു സ്പീച്ചിലൂടെയാണ്, മോണലോഗിലൂടെയാണ് നമ്മൾ അയാളുടെ ക്യാരക്ടർ അയാൾക്ക് മനസ്സിലാവുന്നത്. അയാളുടെ ക്യാരക്ടർ, അതായത് അയാൾ ഇങ്ങനെ കൊന്നുവെന്നും അയാൾ എങ്ങനത്തുള്ള മനുഷ്യനാണെന്നും ഇയാളുടെ ഒരു മോണലോഗിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ഒരു പോമാണ് ഫ്രാ ലിപ്പോ ലിപ്പുയി. അതും റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഡ്രമാറ്റിക് മോണലോഗാണ്. പിന്നെ ആൻഡ്രിയ ഡെൽ സാട്ടോ എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു ഡ്രമാറ്റിക് മോണലോഗും ബ്രൗണിങ്ങിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എന്താണ്? ഈ ക്യാരക്ടർ അറിയാൻ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ റീഡേഴ്സിന് മനസ്സിലാവുന്ന എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ഡ്രമാറ്റിക് മോണലോഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിലൂടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇമേജറിയിലൂടെയാണ് ഇത് സംസാരിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഫ്ലെക്സിബിലിറ്റി കാണും, ക്വിക്നെസ് കാണും. ക്വിക്കായിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, ക്യാരക്ടറിന്റെ കാര്യങ്ങൾ ഫീച്ചേഴ്സ്. പിന്നെ എക്സാമ്പിൾ, വേറെ ഡ്രമാറ്റിക് മോണലോഗ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെന്നിസന്റെ യുളീസസ് ഉണ്ട്, ടി.എസ്. ഇലിയറ്റിന്റെ വേറെ പോയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഡ്രമാറ്റിക് മോണലോഗ്സ് എന്ന് പറയുന്നത് എന്താണ്? പോയറ്റിന്റെ വ്യൂ അല്ല പറഞ്ഞേക്കുന്നത്, ക്യാരക്ടേഴ്സ് സ്വന്തമായിട്ട് നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാജഡിയാണ്. അപ്പോൾ ഡ്രാമയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ട്രാജഡിയെന്നും കോമഡിയെന്നും. ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈഫിലെ ഡാർക്കർ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ട്രാജഡി. വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ ദി ലൈറ്റർ സൈഡ്. ട്രാജഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൽ പിറ്റി അല്ലെങ്കിൽ സിമ്പതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് ട്രാജഡി. കോമഡി എന്ന് പറയുമ്പോൾ നമ്മളെ ലാഫ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. അപ്പം ട്രാജഡി ഗ്രീക്ക് ഡ്രാമയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. അപ്പം കോമഡി എന്ന് പറയുന്നത് എന്താണ്? ട്രാജഡി അപ്പോൾ ട്രാജഡി അല്ലെങ്കിൽ ട്രാജഡി ഡ്രാമാസ് അല്ലെങ്കിൽ ട്രാജിക് ഡ്രാമാസ് എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്? വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച്, വലിയ വലിയ ആളുകൾ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. കോമഡി എന്ന് പറയുന്നത് വളരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസിനെ കുറിച്ചായിരിക്കും കോമഡി സംസാരിക്കുന്നത്. സോ ട്രാജഡി എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? ഗോഡ് സോങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാജഡി ഒറിജിനേറ്റ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡയനീഷ്യസ് എന്നും പറഞ്ഞൊരു ഗോഡുണ്ട് ഗ്രീക്കിൽ. അദ്ദേഹം ഈ വൈനിയാർഡിന്റെ ഫീൽഡിന്റെ ഒക്കെ ഗോഡാണ്. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് ഡ്രമാറ്റിക് ട്രാജഡി ഈ ഒരു റിച്വലിൽ നിന്ന്, ഡയനീഷ്യസ് എന്നുള്ള ഗോഡിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീക്കുകാർക്ക് ഒരു റിച്വൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് വന്നതാണ് ഈ ഒരു ട്രാജഡി എന്നുള്ള ഈ സംഭവം. പിന്നെ അരിസ്റ്റോട്ടലിന്റെ പൊയറ്റിക്സ് എന്നുള്ള വർക്കിനകത്ത് ട്രാജഡിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഒരു വലിയൊരു ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് വലിയൊരു ഡെഫിനേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ട്രാജഡി എങ്ങനെ ആയിരിക്കണം എന്ന്. ട്രാജഡിയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉള്ളിൽ കഥാർസിസ് അല്ലെങ്കിൽ പർഗേഷൻ, ഇമോഷൻസിനെ റിലീസ് ചെയ്യണം. പിന്നെ ട്രാജഡിയുടെ 6 എലിമെന്റ്സിനെ കുറിച്ച് നീ സംസാരിക്കുക. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. അരിസ്റ്റോട്ടലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ട്രാജിക് ഹീറോ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ മനസ്സിലൊരു ട്രാജിക് ഹീറോ, അതായത് നമ്മൾക്ക് ആ ട്രാജഡി ഫീൽ ചെയ്യണമെങ്കിൽ അതിലെ ഹീറോ എങ്ങനെ ആയിരിക്കണം, ഹീറോയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കണം, ഹീറോയുടെ അവസ്ഥയോട് നമുക്ക് പിറ്റി അല്ലെങ്കിൽ സിമ്പതി ഉണ്ടായിരിക്കണം. അയാൾ ഒരിക്കലും ഭയങ്കര ഗുഡ് ക്യാരക്ടർ ആവാൻ പാടില്ല, നെയ്തർ ഗുഡ് അല്ലെങ്കിൽ നോർ ബാഡ്, ഈ ഒരു മിക്സ് ആയിരിക്കണം ഹീറോ എന്ന് പറയുന്നത്. എന്നാൽ അതായത് ട്രാജിക് എഫക്റ്റ് ഹീറോയുടെ മേൽ വരണം എന്നുണ്ടെങ്കിൽ, ഹീറോയ്ക്ക് ലൈഫിൽ ട്രാജഡി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ കുറ്റം കൊണ്ട് മാത്രമേ അത് സംഭവിക്കാവൂ എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. പിന്നെ ഒരു ഫോർച്യൂൺ, അതായത് പിന്നെ
ട്രാജഡീസ് ഹാപ്പൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ട്രാജിക് ഹീറോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഹമേർഷ്യ ഉണ്ടായിരിക്കണം. ഹമേർഷ്യ എന്ന് വെച്ചാൽ എറർ അല്ലെങ്കിൽ എറർ ഓഫ് ജഡ്ജ്മെന്റ്, അതായത് അയാളുടെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ട്രാജിക് ഹീറോയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഫോക്ലസ് എന്നുള്ള ഡ്രാമാറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഈഡിപ്പസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈഡിപ്പസ് റെക്സ്, അതായത് ഈഡിപ്പസ് അച്ഛനെ കൊന്നിട്ട് അറിയാതെ അച്ഛനെ കൊല്ലുന്നു, എന്നിട്ട് അമ്മയെ കല്യാണം കഴിക്കുന്നു. സത്യം അറിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുവാണ്? പിന്നെ ഇയാളുടെ പേരൻസിനെ കുറിച്ചുള്ള സത്യം തേടി നടക്കുന്നതാണ് ഇയാളുടെ ഹമേർഷ്യ എന്ന് പറയുന്നത്, ഇയാളുടെ എറർ എന്ന് പറയുന്നത്. അങ്ങനെ സത്യം തേടി വന്നപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഇയാൾ അച്ഛനെ കൊന്നു, ഇയാൾ സ്വന്തം അമ്മയെ തന്നെയാണ് കല്യാണം കഴിച്ചേക്കുന്നതെന്നും. ഇതറിഞ്ഞതിന് ശേഷം ഇയാൾ സ്വന്തം കണ്ണ് ചൂടുന്നെടുത്തിട്ട് ഇയാൾ രാജ്യം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ട്രാജഡി എന്ന് പറയുന്നത്. പിന്നെ മെഡീവൽ ട്രാജഡീസ് എന്ന് പറയുന്നത് എന്താണ്? മെഡീവൽ ട്രാജഡീസിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മോങ്സ് ടെയില്, കാൻറ്റർബറി ടെയിൽസ്, ജോസഫിന്റെ കാൻറ്റർബറി ടെയിൽസ് ഉണ്ടല്ലോ, അതിനകത്ത് മോങ്സ് ടെയിൽ എന്ന് പറയുന്നതാണ് മെഡീവൽ ട്രാജഡിക്ക് ഒരു എക്സാമ്പിൾ. പിന്നെന്താണ്? എലിസബത്തൻ ഇറ ആയപ്പോൾ ഡ്രമാറ്റിക് ട്രാജഡി ഇംഗ്ലണ്ടിൽ വന്നു. പിന്നെന്താണ്? ആ സമയത്ത് മിറക്കിൾ പ്ലേസ് അല്ലെങ്കിൽ മൊറാലിറ്റി പ്ലേസ് എന്നും പറഞ്ഞ് 2 റിലീജിയസ് ഡ്രാമാസ് വന്നു. പിന്നെ സെനേക്കൻ ട്രാജഡി വന്നു. സെനേക്കൻ ട്രാജഡി എന്ന് വെച്ചാൽ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ട്രാജഡീസിനെയാണ് അങ്ങനെയുള്ള ഡ്രാമാസിനെയാണ് നമ്മൾ സെനേക്കൻ ട്രാജഡി എന്ന് പറയുന്നത്. പിന്നെന്താണ്? സെനേക്കൻ ട്രാജഡിയുടെ വരവോടുകൂടിയാണ് ഒരു പ്ലേക്ക് 5 ആക്ട് എന്നുള്ള ഡിവിഷൻ വന്നത്. കോംപ്ലക്സ് പ്ലോട്ട് ആയിരിക്കും സെനേക്കൻ ട്രാജഡിയുടെ. വളരെ ഫോർമൽ ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കും സെനേക്കൻ ഡ്രാമയിൽ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ പിന്നീട് വന്ന എലിസബത്തൻ ഏജിലുള്ള പിന്നീട് വന്ന ഡ്രാമാസ് എല്ലാം സെനേക്കൻ മോഡലിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 3 യൂണിറ്റീസ് വന്നു. 3 യൂണിറ്റീസ് എന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് പ്ലേസ്, ടൈം, ആക്ഷൻ വന്നു. പിന്നെ ഇതുപോലെ സെനേക്കൻ ട്രാജഡിക്ക് എക്സാമ്പിൾ ആണെടാ, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഡ്രാമയ്ക്ക് എക്സാമ്പിൾ ആണ്, ട്രാജിക് ഡ്രാമയ്ക്ക് എക്സാമ്പിൾ ആണ് തോമസ് സാക്വിലിന്റെയും തോമസ് നോർട്ടന്റെയും ഗോർബോഡക് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? റിവെഞ്ച് ട്രാജഡി അല്ലെങ്കിൽ ട്രാജഡി ഓഫ് ബ്ലഡ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെനേക്കൻ ട്രാജഡിയെ പറയാം. കാരണം സെനേക്കൻ ട്രാജഡിക്കകത്ത് ഫുള്ള് ബ്ലഡ് ഷെഡും വയലൻസും റിവെഞ്ചും ഗോസ്റ്റും ഒക്കെ ആയിരിക്കും. പിന്നെ തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന ഒരു സെനേക്കൻ മോഡൽ ട്രാജഡിയാണ് അല്ലെങ്കിൽ റിവെഞ്ച് ട്രാജഡിയാണ്. പിന്നെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ്. ട്രാജഡി മേർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്നത് ഒരു ട്രാജിക് ഡ്രാമയാണ്. അത് പോയറ്റിക് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമഡി എന്താണെന്ന്. കോമഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിലെ ലൈറ്റർ സൈഡ് ഓഫ് ലൈഫിനെ കാണിക്കുന്നതാണ് കോമഡി. അതായത് നമുക്ക് പ്ലഷർ തരാനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ലാഫ്റ്ററിനെ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ കോമഡി ഡ്രാമാസ് അല്ലെങ്കിൽ കോമഡി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും? വളരെ ഹാപ്പിനെസ്സും ആയിരിക്കും. ട്രാജഡി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സിമ്പതി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാക്കുന്നതാണെങ്കിൽ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ലാഫ്റ്ററിലോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ കോമഡി എന്തിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ ഓഡിയൻസിനെ ഒരു സ്പിരിറ്റിൻ്റെ കാര്യം, അതായത് വളരെയധികം മോറലി ആൻഡ് സ്പിരിച്വലി റേസ് ചെയ്യാൻ വേണ്ടിയാണ് കോമഡി കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീക്ക് ഡ്രാമയിൽ പ്യുവർ ട്രാജഡിയും പ്യുവർ കോമഡിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്നപ്പോൾ ട്രാജഡിയും കോമഡിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതായത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഡ്രാമാസിൽ പോലും കോമിക് ആയിട്ടുള്ള എലിമെന്റ്സിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർലൂഡ് എന്ന് പറയുന്നത്, INTERLUDE എന്ന് പറയുന്നത്. അതായത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഡ്രാമാസിലൊക്കെ ഇടയ്ക്ക് നമുക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട്? കോമിക് ആയിട്ടുള്ള തീംസ് കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ട്രാജഡി കണ്ട് ആളുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് അവരുടെ മൈൻഡ് പ്ലസന്റ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കോമിക് സീൻസ് അല്ലെങ്കിൽ ഇന്റർലൂഡ്സ് കൊണ്ടുവരുന്നത്. പിന്നെ കോമഡി എന്ന് പറയുന്നത് എന്താണ്? നോക്കട്ടെ മിസ്. കോമഡിക്ക് തന്നെ അതിന്റെ ക്ലാസിക്കൽ ഫോമും ഉണ്ടടാ, പിന്നെ അതിന്റെ റൊമാൻറ്റിക് ഫോമും ഉണ്ട്. ഈ ക്ലാസിക്കൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ബെൻ ജോൺസൺ, അതുപോലെ തന്നെ നമ്മുടെ ബെൻ ജോൺസന്റെ പിന്നെ അതുപോലെ റെസ്റ്റോറേഷൻ ഡ്രമാറ്റിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, റെസ്റ്റോറേഷൻ ഏജിലെ ഡ്രമാറ്റിസ്റ്റ് ആണ് ക്ലാസിക്കൽ കോമഡി കൊണ്ടുവന്നത്. റൊമാൻറ്റിക് കോമഡീസ് കൊണ്ടുവന്നത് ഷേക്സ്പിയറും നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സുമാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആരൊക്കെയാണ്? ലില്ലി, ഗ്രീൻ, നാഷ്, മാർലോ എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ, അവരെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കോമഡിയുടെ ഡിവിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാടുണ്ട്. ബെൻ ജോൺസൺ കൊണ്ടുവന്നതാണ് ദ കോമഡി ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറിൽ ഓരോ ഫ്ലോസ് ഉണ്ട്, ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ബെൻ ജോൺസൺ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. പിന്നെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡ്, ഫ്ലം, കോളർ, മെലങ്കളി,
ഇതിനെയാണ് നമ്മൾ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. റെസ്റ്റോറേഷൻ കോമഡി എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ലവിനെ കുറിച്ചും മാരേജിനെ കുറിച്ചും ഇൻഫിഡിലിറ്റി, അതായത് ഈ അവിഹിത ബന്ധത്തിനെ കുറിച്ചൊക്കെയാണ് റെസ്റ്റോറേഷൻ കോമഡി സംസാരിച്ചത്. 18th സെഞ്ചുറി ആയപ്പോൾ സെന്റിമെന്റൽ കോമഡി എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നു. സെന്റിമെന്റൽ എന്നുള്ള വേർഡിന്റെ മീനിങ് അറിയാലോ, വിഷമം. അപ്പോൾ സെന്റിമെന്റൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും ഹീറോസും ഹീറോയിൻസും സങ്കടപ്പെടുന്നു, കരയുന്നു, അതാണ് വിഷയം. അതിന് ബദലായിട്ട് ആന്റി സെന്റിമെന്റൽ കോമഡി, അതെന്ന് വെച്ചാൽ വളരെ ഭയങ്കര ലാഫ്റ്റർ ഇവോക്ക് ചെയ്യുന്ന ഒരു കോമഡിയാണ് ആന്റി സെന്റിമെന്റൽ കോമഡി. അതായത് എല്ലാവരെയും കളിയാക്കി കൊണ്ടുവരുന്ന ആന്റി സെന്റിമെന്റൽ കോമഡി. ഷേക്സ്പിയർ ആണ് ശരിക്കും പറഞ്ഞാൽ കോമഡിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ കോമഡിയെ സപ്പോർട്ട് ചെയ്ത ആരാണ്? ഷേക്സ്പിയർ ആണ് കോമഡി കൊണ്ടുവന്നത്. എക്സാമ്പിൾ ഏതാണ് അദ്ദേഹത്തിന്റെ കോമഡീസിന് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആസ് യു ലൈക്ക് ഇറ്റ് ഉണ്ട്, ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ് ഉണ്ട്, 12th നൈറ്റ് ഒക്കെ. ഷേക്സ്പീരിയൻ ഈ കോമഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും അയാളുടെ ഷേക്സ്പീരിയൻ കോമഡി പ്ലോട്ട് എന്ന് പറയുന്നത് റിയലിസം ഉണ്ട്, ഫാന്റസിയും ഉണ്ട്. വിമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ കോമിക് പ്ലേസിലൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഹീറോയിൻ ആയിരിക്കും ഹീറോയെക്കാട്ടിലും സുപ്പീരിയർ ആവുന്നത് ഈ ഷേക്സ്പിയറിന്റെ കോമിക് ഡ്രാമാസിൽ. അവരുടെ ലവ് ആയിരിക്കും മാരേജിലോട്ട് പോകുന്നത്. അതായിരിക്കും മിക്കവാറുള്ള ഷേക്സ്പിയറിയൻ കോമഡിയിലെ തീം എന്ന് പറയുന്നത്, ലവ് അല്ലെങ്കിൽ മാരേജ്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാജിക് കോമഡിയാണ്. പേരിനോട് തന്നെ ട്രാജിക് കോമഡി എന്ന് വെച്ചാൽ ട്രാജഡിയും കാണും കോമഡിയും കാണും, അതിന്റെ മിക്സ് ആണ് ട്രാജിക് കോമഡി. പ്ലോട്ടസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ട്രാജിക് കോമഡി കൊണ്ടുവന്നത്. ട്രാജഡീസ് പിന്നെ ഓക്കെ. ദെൻ പൊയറ്റിക്സിനകത്ത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്, അത് വേണ്ട, ആ ഒരു പോയിന്റ് വേണ്ട. ഓക്കെ, എലിസബീതൻ ഡ്രാമാസിലാണ് കൂടുതലായിട്ടും ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള ഡ്രാമാസ് പുറത്തിറക്കിയത്. ട്രാജിക് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ഹൈ ഡിഗ്രി ക്യാരക്ടേഴ്സും കാണും, ലോ ഡിഗ്രി ക്യാരക്ടേഴ്സും കാണും. പിന്നെ അപ്പർ ക്ലാസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ട്രാജഡിക്കായിട്ട് യൂസ് ചെയ്യുന്നത്, ലോവർ ക്ലാസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും കോമഡിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാജിക് കോമഡിക്കകത്ത് എന്തായിരിക്കും? ഒരു ട്രാജഡി, ഒരു ഡിസാസ്റ്റർ കാണും, പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്യും? ഒരു കോമിക് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഷേക്സ്പിയറിന് തന്നെ ട്രാജിക് കോമഡീസിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെച്ചേക്കണം. പിന്നെ സാമുവൽ ബെക്കറ്റിന്റെ പ്ലേ ആയിട്ടുള്ള വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ളതും ട്രാജിക് കോമഡിയാണ്. ഓക്കെ, ദെൻ ഫാഴ്സ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ഫാഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫാഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FARCE, ഫാഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ലാബ്സ്, അതാണ് ഫാഴ്സ് എന്ന് പറയുന്നത്. BELLYLAUGHS, ബെല്ലി ലാബ്സ്. ഫാഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഏത് കാര്യത്തിനെ നമുക്ക് ഫാഴ്സ് എന്ന് പറയാം. അതായത് വളരെ സിമ്പിളായിട്ട് ചിരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൈൽ അല്ലടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വളരെയധികം ലാഫ്റ്റർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.